ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രഗ്നൻ്റ് ആകണമെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ശരീരത്തിലോട്ട് ഇജാക്കുലേഷൻ സംഭവിച്ചിട്ട് എത്തുന്ന സ്പേം സെൽസിനെ കൂടുതൽ ക്വാളിറ്റിയോടുകൂടി നമ്മുടെ ശരീരത്തിൽ നിൽക്കാനായിട്ട് സാധിക്കണം. അവിടെ നിൽക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ വജൈനയുടെ ആ ഒരു ഓപ്പണിംഗ് മുതൽ ഈ സ്പേമിന് നല്ലൊരു സറൗണ്ടിങ്സ് അവിടെ കിട്ടണം. അത് കിട്ടാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുന്നത് സെർവിക്കൽ മ്യൂക്കസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് സെർവിക്കൽ മ്യൂക്കസിനെ പറ്റിയിട്ടും സെർവിക്കൽ മ്യൂക്കസ് എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുമാണ്. നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന സ്പേം കൃത്യമായിട്ടുള്ളൊരു കാലയളവിൽ, അതായത് ഇപ്പോൾ ഒരു 5 ദിവസമൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പുരുഷൻ്റെ സ്പേം സെൽസ് നമ്മുടെ ശരീരത്തിൽ നിൽക്കും. ഈ 5 ദിവസമൊക്കെ കൃത്യമായിട്ട് ശരീരത്തിൽ നിലനിൽക്കണമെങ്കിൽ ആ ഒരു നിലനിൽക്കാൻ പാകത്തിനുള്ളൊരു എൻവയോൺമെൻറ്റ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഓവുലേഷൻ നടക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ഡിസ്ചാർജ് നമുക്ക് അവിടെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു ഡിസ്ചാർജ് നമ്മുടെ വജൈനയുടെ ഓപ്പണിംഗ് ഭാഗത്തുണ്ടാകും. നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ ഈ ഒരു ഡിസ്ചാർജ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്ചാർജാണ് ശരിക്കും നമ്മുടെ ആ ഒരു വജൈനയുടെ ഓപ്പണിംഗ് മുതൽ നമ്മുടെ സ്പേമിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറ്. അപ്പോൾ ഓപ്പണിങ്ങിൽ വെച്ച് തന്നെ ഈ സ്പേമിനെ നശിപ്പിക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ സെർവിക്കൽ മ്യൂക്കസിനുണ്ടെങ്കിലോ അവിടെ പ്രഗ്നൻസി നടക്കുമോ? അതിൽ തട്ടി അതായത് ഒരു ബ്ലോക്കേജ് അവിടെ ഉണ്ടാകാതെ കൃത്യമായിട്ട് സ്വിം ചെയ്ത് സ്പേമിന് ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്തുന്നതിനും ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി ഉള്ളൊരു സെർവിക്കൽ മ്യൂക്കസ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസിയും പോസിബിൾ ആവുകയുള്ളൂ. ഇതും ആ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ഒരു ഫാക്ടറാണ്. പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്തിട്ട് ഈ സെർവിക്കൽ മ്യൂക്കസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കോൺസീവൽ എന്നുള്ളൊരു മെഡിസിൻ എടുത്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മുടെ ചാനലിൽ വന്നിട്ട് അവർ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ഡോക്ടർ ഈ മെഡിസിൻ എഴുതി തന്നു, ഇതെന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ റിപ്ലൈ കൊടുക്കും, ഇത് സെർവിക്കൽ മ്യൂക്കസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻ ആണെന്ന് പറയും. 2 മാസം കഴിയുമ്പോൾ അവർ പറയും, ചേച്ചി ഞാൻ ഈ മെഡിസിൻ എടുത്തിട്ട് കൺസീവ് ആയി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സെർവിക്കൽ മ്യൂക്കസിന് എത്രമാത്രം അവിടെ ഒരു പവർ ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട്. സാധാരണ എല്ലാവർക്കും ഡോക്ടേഴ്സ് ഈ കോൺസീവലിൻ്റെ മെഡിസിൻ എഴുതി കൊടുക്കാറില്ല. ആ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമേ ആ ഒരു മെഡിസിൻ എഴുതി കൊടുക്കാറുള്ളൂ. പക്ഷേ നമ്മൾ നാച്ചുറലായിട്ട് സെർവിക്കൽ മ്യൂക്കസിൻ്റെ ഒരു ക്വാളിറ്റി ഒന്ന് ഡബിൾ ആക്കിയോ അല്ലെങ്കിൽ ഒന്ന് ട്രിപ്പിൾ ആക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് ഡബിൾ ആക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ചിയാ സീഡ്സ് കഴിക്കുക, വാൾനട്ട് കഴിക്കുക, കോളിഫ്ലവർ കഴിക്കുക, അതുപോലെ മറ്റുള്ള ഫിഷ്, omega-3 ഫാറ്റി ആസിഡ് ഫിഷിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ മീൻഗുളിക കഴിക്കുക. ഇതെല്ലാം തന്നെ നമ്മളിൽ ആ ഒരു സെർവിക്കൽ മ്യൂക്കസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ സെർവിക്കൽ മ്യൂക്കസിൻ്റെ ടെക്സ്ചറും ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഇതായിട്ട് നമുക്ക് കഴിക്കാൻ കഴിയുന്നതാണ് മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട്, അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ മധുരക്കിഴങ്ങ് എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇതുമൂലം നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ് കിട്ടുക എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് വീഡിയോ. ഓക്കെ, അതാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതായിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും മധുരക്കിഴങ്ങ് നിങ്ങൾ വേവിച്ചിട്ട് കഴിക്കുന്നത്, ഒരു 3 പീസെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ഒരു സെർവിക്കൽ മ്യൂക്കസിൻ്റെ ടെക്സ്ചറിനെ ഇൻക്രീസ് ചെയ്യുന്നതിനും അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം ധാരാളം കുടിക്കുക. വെള്ളം ധാരാളം കുടിക്കാനായിട്ട് പറയുന്നത്, ഈ സെർവിക്കൽ മ്യൂക്കസിലെ ഭൂരിഭാഗവും വാട്ടറി കണ്ടൻറ്റാണ് അടങ്ങിയിട്ടുള്ളത്. ഈ സെർവിക്കൽ മ്യൂക്കസിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഈ വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസിൻ്റെ അളവ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ ഉണ്ടാകുന്ന ഓർഗാസംസ് നടക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ടെക്സ്ചർ ഒന്നും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ടെക്സ്ചറാണ് നമുക്ക് ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നവർ നിങ്ങൾ എത്രത്തോളം വെള്ളമാണോ ഒരു ദിവസം കുടിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു 8 ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒരു ദിവസം കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് നിങ്ങളൊന്ന് ഡബിൾ ആക്കുക. 8 കുടിക്കുന്നവർ 16 കുടിക്കുക, അല്ലെങ്കിൽ അതിനേക്കാളും കൂട്ടി 32 കുടിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കുക. ഒരു ദിവസം ഒരു 2 ലിറ്ററോ അല്ലെങ്കിൽ 3 ലിറ്ററോ 4 ലിറ്ററോ വെള്ളം നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം തന്നെ ഒട്ടുമിക്ക റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെയും ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് നമുക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വാട്ടറി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാട്ടറി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കഴിക്കുന്നത്, ഇപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുക്കുംബർ കഴിക്കുന്നത് നല്ലതാണ്, വാട്ടർമെലൺ കഴിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം തന്നെ നമ്മൾ ആ ഒരു സെർവിക്കൽ മ്യൂക്കസിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നത്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാട്ടറി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പച്ചക്കറികളെന്ന് പറയുമ്പോഴേക്കും
ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക. നമ്മൾ പയറുവർഗ്ഗങ്ങൾ കഴിക്കുക, ബ്രൊക്കോളി കഴിക്കുക, പാലക്ചീര കഴിക്കുക, അതുപോലെ മറ്റുള്ള ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള കളറിലുള്ള വെജിറ്റബിൾസ്, ഇപ്പോൾ ക്യാബേജ് കഴിക്കുക. ഇതെല്ലാം തന്നെ നമുക്ക് ആ ഒരു പ്രഗ്നൻസിയെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. ഇതിൽ ഒരുപാട് അയേണും അതുപോലെ വിറ്റമിൻസും എല്ലാം ഈ ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള വെജിറ്റബിൾസിൽ അടങ്ങിയിട്ടുണ്ട്. ഈ അയേണും വിറ്റമിൻസിനും എല്ലാം തന്നെ നമ്മൾ സെർവിക്കൽ മ്യൂക്കസിൻ്റെ അളവ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നവയാണ്. നമ്മൾ ആ ഒരു പ്രഗ്നൻ്റ് ആകാനായിട്ട് ഏറ്റവും നല്ലൊരു വഴി നമുക്ക് ഒരുക്കി തരുന്നതാണ് സെർവിക്കൽ മ്യൂക്കസ്. ആ സെർവിക്കൽ മ്യൂക്കസിൻ്റെ ക്വാളിറ്റി ഒന്ന് ഇരട്ടിയാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ഒരു സാധ്യത ഒരു ഡബിളിൽ നിന്നൊരു ട്രിപ്പിൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇതൊന്നും നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുക. വെള്ളം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ, തിളപ്പിച്ച് നിങ്ങൾ വെച്ചിട്ടുള്ള വെള്ളവും ആയിരിക്കും. ആ വെള്ളം നിങ്ങൾ എടുത്തെടുത്ത് ധാരാളം കുടിക്കുക. ഒരു കുപ്പിയിൽ നിങ്ങൾ ഇടയ്ക്കിടെ വെള്ളം നിറച്ചിങ്ങോട്ട് വെക്കുക. കിച്ചണിൽ ഒരു ബോട്ടിൽ നിറച്ച് വെക്കുക. നിങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ഒരു ബോട്ടിൽ വെള്ളവും കൊണ്ട് നിങ്ങൾ പോവുക. ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ ഹൗസ് വൈഫായിട്ടിരിക്കുന്നവർക്ക് അങ്ങനെ യൂറിനേറ്റ് ചെയ്താലും അവരൊരു കംഫർട്ട് സോണിലാണല്ലോ നിൽക്കുന്നത്. പുറത്തേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്തോ നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ട. അതല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾ ആ ഒരു എൻവയോൺമെൻറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ ധാരാളം വെള്ളം നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വേറെ ഒന്നും കഴിക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിലും വെള്ളം നിങ്ങൾ ഒരുപാട് കുടിക്കുക. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സെർവിക്കൽ മ്യൂക്കസിൻ്റെ ടെക്സ്ചറും അതുപോലെ അതിൻ്റെ ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതിനും എളുപ്പത്തിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നതിനും അത് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.